നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10th മാത്തമാറ്റിക്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. 4th ചാപ്റ്ററായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ പോളിനോമിയൽ എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ആ പോളിനോമിയലിനകത്ത് നമ്മൾ പല ടൈപ്പ് പോളിനോമിയൽസ് പഠിച്ചു. പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്, അതുപോലെ തന്നെ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് അത് വെരിഫൈ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ശ്രദ്ധിക്കുക. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ ആ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരു ഈക്വൽ സൈൻ വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇക്വേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഈക്വൽ സൈൻ വേണം. അപ്പോൾ അതിനെയാണ് നമ്മൾ, അതായത് ഓൾജിബ്രായിക് എക്സ്പ്രഷനെ കണക്ട് ചെയ്തുകൊണ്ട് ഈക്വൽ സൈൻ വരുമ്പോഴാണ് അത് ഇക്വേഷനായിട്ട് മാറുന്നത്. അപ്പം അതാണ് പോളിനോമിയലും ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുന്നു, 2x² + 3x + 5 ഈസ് ഈക്വൽ ടു 0. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. എന്നാൽ ഈ ലെഫ്റ്റ് സൈഡ് മാത്രം നമ്മൾ നോക്കിയാൽ ഈക്വൽ ടു 0 ഇല്ല എങ്കിൽ നമ്മൾ അതിനൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നാണ് പറയുന്നത്. പോളിനോമിയൽ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ഇതേപോലുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് കാണാൻ. എന്തായിരുന്നു അന്ന് സീറോ എന്ന് പറഞ്ഞാൽ? സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പി ഓഫ് എക്സ് ഒരു പോളിനോമിയലിൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ആ പോളിനോമിയലിൻ്റെ വാല്യൂ 0 വരുന്നത്, അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് സീറോ ഓഫ് എ പോളിനോമിയൽ. ഇവിടെ അതുപോലെ തന്നെ അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 എന്നാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. മാത്രമല്ല അവിടെ കണ്ടീഷൻ ഉണ്ട്, a ≠ 0, a, b, c ആർ റിയൽ നമ്പേഴ്സ്. ABC എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച റാഷണലും ഇറാഷണലും എല്ലാ നമ്പരും വരുന്നതാണ് റിയൽ നമ്പേഴ്സ്, അതെല്ലാം വരാം. അതുപോലെ തന്നെ a 0 ആകരുത്, a ≠ 0. അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലുള്ള കണ്ടീഷൻ അതാണ്, a ≠ 0. എന്താ a 0 ആയാൽ? if a is equal to 0 then the degree of the polynomial become 1. that means if a 0 ആയി കഴിഞ്ഞാൽ, a 0 ആയാൽ ഈ x² എന്നുള്ള ടേം അവിടെ ആബ്സെന്റ് ആകും. x² എന്നുള്ള ടേം ഇല്ല എങ്കിൽ പിന്നീട് എന്തായി മാറും? bx + c = 0. bx + c = 0 എന്ന് പറഞ്ഞാൽ അതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് ആവത്തില്ല. അതുകൊണ്ടാണ് മസ്റ്റായിട്ടും a 0 ആകരുതെന്ന് കണ്ടീഷൻ പറയുന്നത്. അതുപോലെ തന്നെ bo co 0 ആയാൽ പ്രശ്നമില്ല. കാരണം b 0 ആയാലും x² ടൈം അവിടെ ഉണ്ട്, c 0 ആയാലും x² ടൈം അവിടെ ഉണ്ട്. അത് രണ്ടും 0 ആയാലും x² ടൈം അവിടെ ഉണ്ട്. അതുകൊണ്ട് bയും cയും 0 ആയാൽ പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്, ax² + bx + c = 0. ഇനി നമ്മൾ പോളിനോമിയലിൽ സീറോസ് പഠിച്ചായിരുന്നു. 0 എന്ന് പറയുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ പോളിനോമിയലിന്റെ വാല്യൂ 0 വരുന്ന ആ നമ്പറിനെയാണ് സീറോ ഓഫ് ദ പോളി. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് x² + 5x + 6y = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വാല്യൂ 0 കിട്ടുന്നത് ആ നമ്പറിനെ പറയുന്ന പേര് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയും. അപ്പോൾ ഒരു പോളിനോമിയൽ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. പോളിനോമിയലിനകത്ത് നമ്മൾ പറയുന്നത് 0 എന്നാണ്. സീറോ ഓഫ് എ പോളിനോമിയൽ ഈസ് സെയിം ആസ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ പോളിനോമിയൽ പഠിച്ചു. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അറ്റ്മോസ്റ്റ് 2 സീറോസ് കാണും. ഒരു ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ അറ്റ്മോസ്റ്റ് 3 സീറോസ് കാണും. അതുപോലെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് റൂട്ട്സ് ആണ് ഉണ്ടാകാൻ ചാൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന് എപ്പോഴും മാക്സിമം 2 റൂട്ട്സ് ആണ് ഉണ്ടാവുക.
ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലോട്ട് കുറിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ടായിട്ടൊന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. NCERT എക്സസൈസ് 4.1 ഒരു 4 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ax² + bx + c എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ x + 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 × x - 3 എന്നാണ്. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. a + b ഹോൾ സ്ക്വയർ ആകുമ്പോൾ a², അപ്പോൾ x² + 2ab 2 × x × 1 അതായത് 2x വരും, പ്ലസ് b² 1² 1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 2 × x 2x മൈനസ് 2 × 3 6, ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. നമുക്ക് എല്ലാ ടൈം LHസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ 2x ക്യാൻസലായി പോകും. ബാക്കി വരുന്ന ഒരു x² ഉണ്ട്, പ്ലസ് ഒരു 1 ഉണ്ട്. ഈ 6 ലെഫ്റ്റ് സൈഡിൽ വന്നാൽ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x² + 7 ഈസ് ഈക്വൽ ടു 0. ഇതിന് നമുക്ക് ഇവിടെ ഒരു x² ടൈം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇവിടെ ആ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ ടൈമാണ് ഇവിടെ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് x² ഇതിന് 0x + 7 = 0 എന്ന് എഴുതാം. ഇപ്പോൾ ഈ ഇക്വേഷൻ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 ആ ഫോമിലായി. അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഈസ് ഓഫ് ദ ഫോം ax² + bx + c = 0. Therefore, the given equation is a quadratic equation. അതുകൊണ്ട് തന്നിരുന്ന ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യുക. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x - 2 × x + 1 ഈസ് ഈക്വൽ ടു x - 1 × x + 3 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കംപ്ലീറ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ x × x x², x × 1 x, -2 × x -2x, -2 × +1 -2 is equal to, here also x × x x², x × 3 3x, -1 × x -x, -1 × +3 -3. ഇവിടെ നമുക്ക് x² ടൈം ക്യാൻസൽ ആയി പോകും. അപ്പോൾ തന്നെ x² ടൈം ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എന്ന്. എങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ x - 2x -x -2 ഈസ് ഈക്വൽ ടു 3x - x 2x -3. എല്ലാ ടൈമിലും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. -x -2 -2x + 3 is equal to 0. That is -2x -x -3x -2 + 3 + 1 is equal to 0. അപ്പോൾ x² ടൈം ഇവിടെ ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഈസ് നോട്ട് ഓഫ് ദ ഫോം ax² + bx + c is equal to 0. Therefore, the given equation is not a quadratic equation. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്.
x square minus 2x is equal to minus 2 into 3 minus x. ഇവിടെ കംപ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുന്നു. x square minus 2x is equal to minus 6 plus 2x. Then right side എല്ലാ ടൈമിലും നമ്മൾ ലെഫ്റ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. x square minus 2x minus 2x plus 6 equal to 0. That is x square minus 4x plus 6 equal to 0. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമാണ്. എക്സ് സ്ക്വയറിന്റെ ടൈം ഉണ്ട്, എക്സിന്റെ ടൈം ഉണ്ട്, കോൺസിന്റെ ടൈം ഉണ്ട്, അല്ലെങ്കിൽ തന്നെ എക്സ് സ്ക്വയറിന്റെ ടൈം ഓൾറെഡി ഉണ്ട്. പിന്നെ ബാക്കി ടൈം എല്ലാം ബാക്കി ടൈമിന്റെ എല്ലാം ഡിഗ്രി അതിനേക്കാൾ കുറവാണ്. അപ്പോൾ ആ ഫോമിൽ തന്നെയാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം വിച്ച് ഈസ് ഓഫ് ദ ഫോം ax square plus bx plus c is equal to 0. Therefore, the given equation is a quadratic equation. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, that means last question, x plus 2 whole cube is equal to 2x into x square minus 1. നമ്മളിവിടെ ഒരു ഐഡന്റിറ്റി ആവശ്യമുണ്ട്. എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് നമ്മൾ പഠിക്കുന്നുണ്ട്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഈ എക്സ്പാൻഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. നമുക്ക് ഇത് കാണുമ്പോഴേ നമ്മൾ ഇവിടെ ഡിഗ്രി 3 വന്നു, അതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് അല്ല എന്ന് ആദ്യമേ എഴുതരുത്. കാരണം ഇത് സിംപ്ലിഫൈ കഴിയുമ്പോൾ ഒരുപക്ഷെ ക്യൂബിൻ്റെ ടൈം ക്യാൻസൽ ആയി പോയാൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ അത് ക്വാഡ്രാറ്റിക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാണുമ്പോഴേ നമ്മൾ പെട്ടെന്ന് എഴുതിക്കളയല്ലത് ക്യൂബ് വന്നതുകൊണ്ട് ക്വാഡ്രാറ്റിക് അല്ല ക്യൂബിക് ആണെന്ന്. സിംപ്ലിഫൈ ചെയ്ത് ആ ഫോമിൽ ആണോ അല്ലയോ നോക്കണം. ഓക്കെ, നമ്മൾ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ്, എ ക്യൂബ്, ഇവിടെ എക്സ് ക്യൂബ്, 3a സ്ക്വയർ ബി, 3 ഇൻറ്റു എ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു ബി 2 പ്ലസ് 3ab സ്ക്വയർ, 3 ഇൻറ്റു എ എക്സ് ബി 2 സ്ക്വയർ പ്ലസ് ബി ക്യൂബ്, ദാറ്റ് ഈസ് 2 ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആയി കഴിഞ്ഞു. റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2x ഇൻറ്റു എക്സ് സ്ക്വയർ 2x ക്യൂബ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2x ഇൻറ്റു 1 2x. ദെൻ സിംപ്ലിഫൈ ചെയ്യാം. എക്സ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2 6x സ്ക്വയർ, 3 ഇൻറ്റു 2 6x സ്ക്വയർ പ്ലസ് 3 2 സ്ക്വയർ 4 ഇൻറ്റു 3 12 into x plus 2 cube 8 is equal to 2x cube minus 2x. Then നമ്മൾ എല്ലാ ടൈമും ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. x cube plus 6x square plus 12x plus 8 minus 2x cube plus 2x is equal to 0 എന്ന് വരും. നമ്മൾ ലൈക്ക് ടൈം സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ എക്സ് ക്യൂബും മൈനസ് 2 എക്സ് ക്യൂബ് ലൈക്ക് ടൈംസ് ആണ്. അപ്പോൾ അത് പ്ലസ് 1 മൈനസ് 2 നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് ക്യൂബ്. നെക്സ്റ്റ് എക്സ് സ്ക്വയറിന്റെ ടൈം 6x സ്ക്വയർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എക്സിന്റെ ടൈം 12x പ്ലസ് 2x 14x. നെക്സ്റ്റ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എക്സ് ക്യൂബിന്റെ ഒരു ടൈം വന്നിട്ടുണ്ട്. എക്സ് ക്യൂബിന്റെ ടൈം വന്നാൽ അത് ക്യൂബിക് ഇക്വേഷനായി മാറും. ക്വാഡ്രാറ്റിക് ആവണമെങ്കിൽ ഡിഗ്രി 2a വരാവും. ഡിഗ്രി 2 വന്നാലേ ക്വാഡ്രാറ്റിക് ആവത്തുള്ളൂ. അപ്പോൾ ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഫോമിലല്ല. അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഈസ് നോട്ട് ഓഫ് ദ ഫോം ax square plus bx plus c equal to 0. Therefore, it is not a quadratic equation.
അതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്, അതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഒരു ലൈഫ് സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ക്വാഡ്രാറ്റിക്കിലേക്ക് മാറ്റാം എന്നുള്ളതാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്, അടുത്ത പ്രോബ്ലമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നന്നായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങളിതിൻ്റെ ആ എക്സസൈസ് 4.1-ൻ്റെ ഒരു 4 ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. NCERT-യിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നന്ദി.